നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും പിടിമുറുക്കുകയാണ് അമേരിക്ക. എല്ലാ കണ്ണുകളും വീണ്ടും ഹോർമുസ് കടലിടുക്കിലേക്കാണ്. എന്ത് സംഭവിക്കും? ചർച്ച പരാജയപ്പെട്ടതോടുകൂടി എന്നുള്ള ആശങ്കയിലാണ് യുദ്ധവിദഗ്ധർ. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇറാന്റെ എണ്ണ വ്യാപാരം തടയാൻ കർശനമായ നാവിക ഉപരോധവുമായി അമേരിക്ക. ഇന്ന് രാവിലെ മുതൽ ഇറാനിയൻ തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ കപ്പൽ ഗതാഗതവും തടയുമെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം വരുന്നത് വരും ദിവസങ്ങളിൽ ലോക സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇറാന്റെ ആണവമോഹങ്ങൾ അവസാനിപ്പിക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ചാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധത്തിന് ഉത്തരവിട്ടത്. ഇറാനിലേക്ക് പ്രവേശിക്കുന്നതോ പുറത്തു പോകുന്നതോ ആയ എല്ലാ കപ്പലുകളും തടയാൻ നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകി. അമേരിക്കയുടെ നടപടിക്ക് കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. പെട്രോൾ വില $4 മുതൽ $5 എത്തിയ പഴയ കാലം അമേരിക്കക്കാർക്ക് ഇനി സ്വപ്നം മാത്രമായിരിക്കുമെന്നും ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പരിഹസിച്ചു. ഉപരോധ വാർത്ത പുറത്തു വന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ക്രൂഡ് ഓയിൽ വില 8% വർദ്ധിച്ച് ബാരലിന് $104 എന്നാൽ ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. അമേരിക്കക്കാർ പഴയൊരു ഇന്ധനവിലയെ ഓർത്ത് നെടുവീർപ്പിടുമെന്നാണ് പരിഹസിച്ചുകൊണ്ട് ഇറാൻ സംസാരിച്ചിരിക്കുന്നത്. വെറും ട്വീറ്റുകൾ കൊണ്ടോ സങ്കല്പ പദ്ധതികൾ കൊണ്ടോ ഇറാനെ സമ്മർദ്ദത്തിലാക്കാമെന്ന് ആരും കരുതേണ്ടെന്നും തങ്ങളുടെ കൈവശം ഇനിയും പ്രയോഗിക്കാത്ത കരുത്തുറ്റ ആയുധങ്ങളുണ്ടെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ വാക്കുകളെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന്റെ നാവികശേഷി പകുതിയിലേറെ തകർത്തുവെന്നാണ് അമേരിക്ക ഇപ്പോഴും അവകാശപ്പെടുന്നത്. അമേരിക്ക എന്ന് പറയാൻ പറ്റില്ല, ട്രംപ് ഇപ്പോഴും അവകാശപ്പെടുന്നത്. എന്നാൽ കടലിടുക്കിന്റെ ഭൂപ്രകൃതി നന്നായി അറിയാവുന്ന ഇറാന്റെ ചെറിയ ആക്രമണ ബോട്ടുകൾ ഇപ്പോഴും US കപ്പലുകൾക്ക് വലിയ ഭീഷണിയാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്ന ഈ തന്ത്രപ്രധാന പാതയിൽ ഉപരോധം വരുന്നതോടെ സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്ക് നീക്കത്തെയും ഇത് പരോക്ഷമായി ബാധിക്കാനിടയുണ്ട്. ഒപ്പം തന്നെ നാറ്റോ രാജ്യങ്ങൾ ഈ നീക്കത്തെ പിന്തുണയ്ക്കുമെന്ന് ട്രംപ് പറയുമ്പോഴും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഉപരോധത്തിൽ പങ്കാളികളാകില്ലെന്ന നിലപാടിലാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറെ ഹിറ്റ്ലറോട് മൃദു സമീപനം സ്വീകരിച്ച നെവിൻ ചേംബർലൈനോടാണ് ട്രംപ് ഉപമിച്ചത്. ഇറാന്റെ ആണവ മോഹങ്ങൾ തകർക്കാതെ ഈ ഉപരോധം പിൻവലിക്കില്ലെന്ന വാശിയിൽ തന്നെയാണ് വൈറ്റ് ഹൗസ്. സംഘർഷം രൂക്ഷമായതോടെ ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന USS ഫ്രാങ്ക്ലിൻ പീറ്റേഴ്സൺ, USS മൈക്കൽ മർഫി എന്നീ ഡിസ്ട്രോയറുകൾ അതീവ ജാഗ്രതയിലാണ്. ഒപ്പം തന്നെ ഇസ്രായേൽ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടും അതും വലിയ രീതിയിൽ ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യത്തെ കൂടുതൽ രൂക്ഷമാക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, അവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിരന്തരം ലെബനന് നേരെയുള്ള ആക്രമണം അഴിച്ചുവിടുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറ്റൊരു രാജ്യം കൂടി ഇസ്രായേലിനോടൊപ്പം ഏറ്റുമുട്ടാൻ എത്തുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗാൻ വിമർശിച്ചിരിക്കുന്നത്. നെതന്യാഹുവിനെ ആധുനിക കാലത്ത് ഹിറ്റ്ലർ എന്ന് വിശേഷിപ്പിച്ച എർദോഗാൻ രക്തദാഹവും വിദ്വേഷവും കൊണ്ട് നെതന്യാഹു അന്ധനായെന്ന് വിമർശിച്ചു. ഗാസയിലെയും ലെബനനിലെയും ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെ കടന്നാക്രമിക്കുമെന്ന പരോക്ഷ ഭീഷണിയും അദ്ദേഹം മുഴക്കി. നെതന്യാഹുവിന്റെ പേര് ഹിറ്റ്ലർക്കും മുസോളിനിക്കും സ്റ്റാലിനും ഒപ്പമാണ് ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നതെന്നും എർദോഗാൻ പറഞ്ഞു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്നും ഇതിന് നെതന്യാഹു ലോകത്തോട് മറുപടി പറയേണ്ടി വരുമെന്നും എർദോഗാൻ കൂട്ടിച്ചേർത്തു. നേരത്തെ ലിബിയയിലും നാഗോർണോ കറാബാക്കിലും തുർക്കി സൈനിക ഇടപെടൽ നടത്തിയത് ചൂണ്ടിക്കാട്ടിയ എർദോഗാൻ ഇസ്രായേലിന്റെ കാര്യത്തിലും തങ്ങൾ ഇതേ രീതിയിൽ പ്രവർത്തിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. അവർക്ക്, അതായത് ഇസ്രായേൽ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ അവിടെയും പ്രവേശിക്കും എന്നായിരുന്നു എർദോഗാന്റെ വാക്കുകൾ.
കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിട്ടുണ്ട്. ഗാസയിലെ സൈനിക നടപടികളെ തുടർന്ന് ഇസ്രായേലുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും തുർക്കി നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നു. ഗാസയ്ക്കും പിന്നാലെ ലെബനനിലേക്കും യുദ്ധം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം മേഖലയെ വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്നും തുർക്കി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇസ്രായേലിന്റെ ഇത്തരം നീക്കങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നത് ലജ്ജാകരമാണെന്നും എർദോഗാൻ പറഞ്ഞിട്ടുണ്ട്. തുർക്കിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെയും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിട്ടുണ്ട്. എർദോഗാൻ സദാം ഹുസൈന്റെ പാതയിലാണ് സഞ്ചരിക്കുന്നതെന്നും അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് അദ്ദേഹം ഓർക്കണമെന്നാണ് ഇസ്രായേൽ തിരിച്ചടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോര് മിഡിൽ ഈസ്റ്റിൽ വലിയ സംഘർഷ സാധ്യതയാണ് ഉയർത്തുന്നത്. ഇസ്രായേലും അതേസമയം തന്നെ അമേരിക്കയും ഇപ്പോൾ ഇറാനോടും യുദ്ധത്തിനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് തുർക്കിയും ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള ചില പ്രസ്താവനകൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത്. പശ്ചിമേഷ്യയിൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാം എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ പാകിസ്ഥാനിൽ വെച്ച് വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ ഇറാനുമായി നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതാണ് വീണ്ടും സംഘർഷത്തിലേക്ക് വഴിമാറിയത്. ഇതര രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെ തടയില്ലെങ്കിലും ഇറാന്റെ എണ്ണ വാങ്ങുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. ഈ നീക്കത്തിന് നാറ്റോ രാജ്യങ്ങൾ മടിയോടെയാണെങ്കിലും പിന്തുണ നൽകുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ബ്രിട്ടൻ ഈ ഉപരോധത്തിൽ പങ്കുചേരില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. USS ഫ്രാങ്ക്ലിൻ പീറ്റേഴ്സൺ, USS മൈക്കിൾ മർഫി എന്നീ 2 US ഡിസ്ട്രോയറുകൾ നിലവിൽ ഹോർമുസ് കടലിടുക്കിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് നടത്തിയ പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റിന്റെ മറ്റൊരു വൻ യുദ്ധത്തിന്റെ മണിമുഴക്കമായാണ് ലോകം കാണുന്നത്. അമേരിക്കയുടെ ഈ കടുത്ത നീക്കത്തിന് തൊട്ടു പിന്നാലെ വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ക്രൂഡ് ഓയിൽ വില 8% വർദ്ധിച്ച് ബാരലിന് $104 എത്തിയതും വരും ദിവസങ്ങളിൽ ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും. ഇറാൻ യുദ്ധത്തിൽ അഭിപ്രായം പറഞ്ഞ ലിയോ 14 മാർപ്പാപ്പയെ വീണ്ടും രൂക്ഷമായി വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ മാർപ്പാപ്പയുടെ നിലപാട് ദുർബലമാണെന്നും വിദേശ നയങ്ങൾ വളരെ മോശമാണെന്നും ട്രംപ് പരിഹസിച്ചു. ഇറാന്റെ ആണവ മോഹങ്ങൾ പോലുള്ള ഭീഷണികളെ മാർപ്പാപ്പ അവഗണിക്കുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. വെനസ്വലയിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്തും കുറ്റവാളികളുടെ കടന്നുകയറ്റവും തടയാൻ താൻ ശ്രമിക്കുമ്പോൾ അതിലെ മാർപ്പാപ്പ വിമർശിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. തന്നെ നേരിടാൻ വേണ്ടിയാണ് ഒരു അമേരിക്കക്കാരനായ ലിയോയെ സഭ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തതെന്നും ട്രംപ് ആരോപിച്ചു. താൻ വൈറ്റ് ഹൗസിൽ ഇല്ലായിരുന്നുവെങ്കിൽ ലിയോ വത്തിക്കാനിൽ ഉണ്ടാകില്ലായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാർപ്പാപ്പ ഒരു രാഷ്ട്രീയക്കാരനാകാൻ ശ്രമിക്കാതെ സഭയുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കോമൺ സെൻസ് ഉപയോഗിക്കണമെന്നും ട്രംപ് ഉപദേശിച്ചു. മാർപ്പാപ്പയുടെ ഇപ്പോഴത്തെ നിലപാടുകൾ കത്തോലിക്ക സഭയെ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കോവിഡ് കാലത്ത് പള്ളികളിൽ ശുശ്രൂഷകൾ നടത്തിയതിന് പുരോഹിതരെയും മറ്റ് അറസ്റ്റ് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പ്രതികരിക്കാതിരുന്ന ആളാണ് മാർപ്പാപ്പയെന്നും അദ്ദേഹം വിമർശിച്ചു. കൂടാതെ ഡേവിഡ് ആക്സൽ റോഡ് പോലുള്ള ഇടത് ചിന്താഗതിക്കാരുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തുന്നതും ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലിയോയുടെ സഹോദരൻ ലൂയിസ് തന്നെ അനുകൂലിക്കുന്ന ആളാണെന്നും എന്നാൽ മാർപ്പാപ്പയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ലെന്നും ട്രംപ് പരിഹസിച്ചു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ശനിയാഴ്ച നടന്ന വൈകുന്നേരത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ച അതേ ദിവസം തന്നെയാണ് മാർപ്പാപ്പ സമാധാനത്തിനായി ശബ്ദമുയർത്തിയത്.